ഹലോ ഗൈസ്, എല്ലാ ദശമീൻ്റെ 3 ഹോളിഡേയ്സും എങ്ങനെയായിരുന്നു എന്ന് കണ്ടാലോ. ഫസ്റ്റ് ഡേ തന്നെ ഞാനും ചേച്ചിയും വട്ടക്കിണറുള്ള പരാഗിലൊന്ന് പോയി. എന്തിനാണെന്നോ, വിഷ്ണുടാട്ടിന്റെ കല്യാണം എത്തിയില്ലേ, ഡ്രസ്സ് എടുക്കണ്ടേ. ഞാൻ ഉദ്ദേശിച്ച സെയിം സാധനം തന്നെ അവിടുന്ന് കിട്ടിയിട്ടോ. എന്താണെന്നിപ്പോൾ കാണിക്കുന്നില്ല, അത് നിങ്ങൾ കല്യാണത്തിന് കണ്ടാൽ മതി. അങ്ങനെ വട്ടക്കിണർന്ന് നേരെ ഞങ്ങൾ ഫറോക്കിലേക്ക് പോയി. അവിടെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നു. ഞങ്ങൾ ഹോട്ടൽ സെഞ്ചുറിയിൽ കയറിയിട്ട് നെയ്ച്ചോറും പനീർ ബട്ടറും കഴിച്ചു. ആ ബട്ടർ മുകളിൽ ഇങ്ങനെ കിടക്കുന്നതാണ് എന്താ ചന്തം. ഫുഡ് കഴിച്ചിട്ട് ഞങ്ങൾ വേഗം അച്ഛന് ഷർട്ട് പീസ് എടുക്കാൻ പോയി. ബാക്കി പർച്ചേസിംഗ് ഒക്കെ പിന്നെ രാമനാട്ടുകരയെന്നായിരുന്നു. ഫുൾ മെറ്റീരിയൽ ആയിരുന്നു ഞങ്ങൾ നോക്കിയിട്ടുണ്ടായിരുന്നത്. അമ്മയ്ക്ക് അവിടെ നിന്ന് ഒരു ബ്ലൗസ് പീസ് എടുത്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ ഓട്ടോനായിരുന്നു പോകുന്നത്. ഞങ്ങൾ നേരെ പോയത് ഫറോക്ക് പാർക്കിലേക്കായിരുന്നു. റിവർ വേൾഡ് ഇത്ര അടുത്താണെങ്കിലും ഞാൻ ആദ്യമായിട്ടാട്ടോ വരുന്നേ. അതന്നെ സിദ്ധുവിൻ്റെ ഒരൊറ്റ നിർബന്ധം കൊണ്ടാ ഇന്നും കൂടെ വന്നത്. ഒരു 10 വയസ്സിൻ്റെ താഴേക്കൊക്കെ ഉള്ള കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. അച്ഛനും ചേച്ചിയും നേരെ വീട്ടിലേക്ക് പോയിട്ടോ. ഞങ്ങൾ വാങ്ങിയ സാധനങ്ങളൊക്കെ വീട്ടിൽ വെക്കേണ്ട. സിദ്ധുവിനാണെങ്കിൽ കളിക്കാൻ മുട്ടി നിൽക്കുക. അവർ വന്നിട്ട് കയറ്റാമെന്ന് വിചാരിച്ചു. ഒരുപാട് കാത്തു നിന്നു. ബോറടിച്ചിട്ട് ഞാനും അമ്മയും കപ്പലണ്ടി കുറിക്കാൻ തുടങ്ങി. നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ ഇങ്ങനെ ഇരിക്കുക. പിന്നെ ഞങ്ങൾ അവിടെ ഉള്ള ഫിഷ് പോണ്ടിന്റെ അടുത്തേക്ക് ഒന്ന് പോയി നോക്കി. കാത്തിരുന്ന് മുഷിഞ്ഞ് എന്നാ പിന്നെ അവൻ കളി സ്റ്റാർട്ട് ചെയ്തോട്ടെ എന്ന് വിചാരിച്ചു. കണ്ടിട്ട് എനിക്ക് കളിക്കാൻ തോന്നുന്നുണ്ട്, പക്ഷെ എൻ്റെ പ്രായം അത് കുറച്ച് ഏറിപ്പോയി. സിദ്ധു നല്ല ഹാപ്പി ആയിട്ടോ. സൈഡിൽ ഞാനും അമ്മയും ഇങ്ങനെ ബടായി പൊട്ടിച്ച് നോക്കി ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ചേച്ചിയും അച്ഛനും വന്നത്. സെക്കൻഡായിട്ട് സിദ്ധു കയറിയത് ഈ ചാടിത്തുള്ളണ സാധനത്തിലേക്കാണ്. ഇതിൻ്റെ പേരെന്താന്ന് എനിക്കറിയില്ല. ഇപ്പോഴാണ് അച്ഛൻ പോപ്കോണും കൊണ്ടുവന്നത്. അത് സിദ്ധുവിനെ കാണിച്ച് കൊതിപ്പിച്ച് തിന്നു. പിന്നെ ഓൻ കയറിയത് ഈ വിമാനത്തിൻ്റെ റൈഡിലാണ്. പിന്നെ ഈ ഒരസ് ബോർഡിലും. അത് എനിക്ക് ഇഷ്ടമായി. ഓൻ കയറുന്നതും ഇറങ്ങി വരുന്നതും കാണാൻ നല്ല രസമുണ്ട്. അല്ല അതെന്താപ്പത്, കിടത്തം തുടങ്ങിയോടെ. പിന്നെ ഞാനും ചേച്ചിയും ഐസ്ക്രീം വാങ്ങാൻ പോയി. 10 രൂപയുടെ ഒരു പൈനാപ്പിൾ ബാർ ഞങ്ങൾ വാങ്ങി. അതിന് നല്ല ടേസ്റ്റ് ഉണ്ടെന്ന് മനസ്സിലായപ്പോൾ 3 വേറെയും വാങ്ങി. ഇത് നോക്ക് ഗൈസ്, എൻ്റെ അത് കിട്ടുന്നില്ല. ഇവരൊക്കെ തീറ്റ തുടങ്ങി. എൻ്റെ പലിയും അങ്ങനെ കിട്ടി ഗൈസ്. ഞാൻ വേണ്ടി തിന്നട്ടെ. പിന്നെ സിദ്ധു കയറിയത് ഈ കുട്ടി യന്ത്ര ഊഞ്ഞാല. പിന്നെ കുറച്ചേരം കൂടെ അവിടെ ഇരുന്ന ശേഷം ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു.